ഇപ്പൊ PTA ഒരു മീറ്റിംഗ് നടക്കുന്നത്, അച്ഛനല്ല പോകുന്നത്, അമ്മയാണ് പോകുന്നത്. അച്ഛൻ പോകുന്നില്ല. ഇപ്പൊ അവരെയൊക്കെ മാറ്റി എന്തിനേറെ പറയുന്നത്, പക്ഷേ അതിപ്പോ റേഷൻ കാർഡ് പോലും അമ്മയുടെ പേരിലാണ്. അതാണ് മനസ്സിലാക്കുക. ഇപ്പൊ അത് നമ്മൾ അപ്രസക്തമാകുന്നു എന്നുള്ള. ഇപ്പൊ നമ്മൾ ഈ ചർച്ച തന്നെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിന്ന് പുതിയ തലമുറ റെസ്പോണ്ട് ചെയ്യുന്നില്ല. കാരണം അവരുടെ മനസ്സിൽ ഈ വിവാഹം എന്ന് പറയുന്ന എസ്റ്റാബ്ലിഷ്മെന്റിന് വിരക്തിയുള്ള ഒരു വലിയ തലമുറ ഈ കാലഘട്ടത്തിൽ കടന്നു വരുന്നു. അവർക്ക് ഇതൊന്നും ബാധകമല്ല. അവർ ലിവിങ് ടുഗദർ, അതാണ് ഒന്നിച്ച് ജീവിക്കുക, ഒന്നിച്ച് അതിന്റെ അഭിപ്രായ വ്യത്യാസം. താല്പര്യമുണ്ടോ? എനിക്ക് പുതിയ കാലഘട്ടം അങ്ങനെ പോകുന്നു എന്നുള്ളത് ഞാനും കാണുന്നു. എന്നാൽ പഴയ രീതിയിൽ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള സൊസൈറ്റി ഉണ്ടായിരുന്നു. അന്ന് കുഴപ്പങ്ങളില്ലായിരുന്നു. അങ്ങനെ പുരുഷ അച്ഛൻ നിയന്ത്രണാതമായിട്ടുള്ള കുടുംബങ്ങൾ എവിടെയാണ് കുഴപ്പം? നമ്മളൊക്കെ അങ്ങനെ വന്നൊരു തലമുറയാണല്ലോ. അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ഈ ശാക്തീകരണം എന്ന് പറഞ്ഞുകൊണ്ട് പുരുഷനെ എതിർക്കുക എന്ന് പറയുന്ന ഒരു ഫെമിനിയൻ ആറ്റിറ്റ്യൂഡ് വളർന്നു വരുന്നു എന്നുള്ളത് മാഡം പറഞ്ഞത് എന്റെ ഭർത്താവിന്റെ അണ്ടറിൽ ജീവിക്കണമെന്ന് തന്നെയല്ലേ? അത് തന്നെയല്ലേ? അത് തന്നെ ഞങ്ങളും പറഞ്ഞോളൂ. ബ്രാഹ്മമുഹൂർത്തം പുള്ളിക്കാർ പറഞ്ഞ എന്താണ് ഇത്? ഭർത്താവിന്റെ അണ്ടറിൽ ജീവിക്കണമെന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ല. ഭർത്താവ് ഗൈഡ് ചെയ്യുക കുടുംബം, അതാണ് നമ്മുടെയും പോയിന്റ്. ഭർത്താവ് തന്നെ ആയിരിക്കണം. ഇപ്പൊ നിയമപരമായിട്ട് ഒരു ഡിവോഴ്സ് വന്നു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ഭർത്താവ് ബാധ്യസ്ഥനാ, തിരിച്ചു കൊടുക്കാൻ പറയുന്നില്ലല്ലോ. അതെന്താ? അപ്പൊ ഭർത്താവിനോട് മുൻതൂക്കം കൊടുത്തിട്ടല്ലേ? ഒരു നിയമത്തിലും ഇത്രയും 10 വർഷം ജീവിച്ചൊരു ദാമ്പത്യ ജീവിതം തകരുമ്പോ ഭർത്താവ് ഭാര്യയ്ക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. ഭാര്യ ഭർത്താവിന് കൊടുക്കാൻ പറയുന്നില്ല, കൊണ്ടുവന്ന് മൊത്തം എണ്ണിപ്പറക്കി തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. വന്ന് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. എത്രയോ എന്നെ വിളിക്കുന്ന എത്രയോ ക്ലയന്റുകൾ പറയുന്ന ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി ഭാര്യമാര് സ്റ്റേബിൾ ആണ്, അവർക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. അവര് പറയുന്ന അവര് കല്യാണം കഴിഞ്ഞു വന്നു, ഇനി ഈ കുടുംബത്തിന്റെ ഭരണം ഞാൻ, ഇവരുടെ വീട്ടിൽ ഇവർക്ക് ഭരിക്കാൻ പറ്റിയിട്ടില്ല, അവിടെ സ്പേസ് ഇല്ല. അതിന്റെ ഒരു ഫ്രസ്ട്രേഷനും ഇവിടെ വന്ന് കാണിക്കും. ഇനിയെങ്കിലും എനിക്ക് ഇവിടെ പൊസിഷൻ കിട്ടണം. ഇവിടെ പൊസിഷൻ എന്നുള്ള രീതിയിലല്ല, ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് വേണ്ടത്. അപ്പൊ മെന്നാണ് കൂടുതൽ ഹയർ ചെയ്ത് നിൽക്കുന്നതെങ്കിൽ മക്കൾക്ക് ഏറ്റവും കൂടുതൽ അച്ഛനെയാണ് ഭയം. അമ്മയോട് ഒരു വാം ടച്ച് ആയിരിക്കും. അച്ഛനാണ് ആ കുടുംബം നോക്കുന്നതെങ്കിൽ ആ കുട്ടികൾ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ട് വളരുമെന്നൊരു കൺസെപ്റ്റ്. എനിക്ക് പൂർണ്ണമായിട്ടും എതിർപ്പുണ്ട്. ഈ പറഞ്ഞ പല കാര്യങ്ങളും പണ്ട് പുരുഷന്മാര് ഭരിച്ചിരുന്ന കാലത്ത് ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അതൊന്ന് ഞാൻ യോജിക്കുന്നില്ല. അപ്പൊ മാഡത്തിനോട് ചോദിച്ചാൽ എത്ര വർഷമായി ഡിവോഴ്സ് കേസസ് എല്ലാം നടക്കുന്നത്? പുരുഷന്മാര് ഭരിച്ചിരുന്ന കാലത്തും എല്ലാം ഈ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ സ്ത്രീ ശാക്തീകരണം, ഇവിടെ സ്ത്രീ ശാക്തീകരണം നടന്ന് വരുന്നുണ്ട്. പക്ഷെ എത്ര പുരുഷന്മാര് ഈ എംപവേർഡ് ആയിട്ടുള്ള സ്ത്രീകളെ ഹാൻഡിൽ ചെയ്യാൻ പുരുഷന്മാർ എംപവേർഡ് ആണ്? ഇവിടെ നമുക്കത് അറിയില്ല. പല പുരുഷന്മാർക്കും അറിയില്ല. ആൺകുട്ടികളെ പാമ്പർ ചെയ്ത് വളർത്തുന്നുണ്ട് പലരും, പക്ഷെ ഇവർക്ക് ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പലർക്കും അറിയില്ല. അപ്പം അതിന്റെ കുറെ പ്രശ്നങ്ങൾ ഇവിടെ വരുന്നുണ്ട്. നമ്മൾ ഈ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിച്ച് നമ്മൾ കുടുംബം എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ആയിട്ട് കണക്കാക്കുന്നു, റീപ്രൊഡക്ഷൻ്റെ ഒരു ആവശ്യത്തിന് കണക്കാക്കുന്നു, അതുപോലെ നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണല്ലോ കണക്കാക്കുന്നത്. പക്ഷെ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുന്ന സമയത്ത് കുടുംബം എന്ന് പറയുന്നതിന് ഡെഫിനിഷൻ തന്നെ വേറെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.